Good morning, sir. Okay. Good morning, sir. Okay, good Good morning, sir. Okay, Nasriya, good morning. Okay, Rabilla, good morning. Okay, Nasriya, Abhirami, Arya, Soumya, Fatimat. Yes, let us start. Let us start. Okay, Arya. Very good, very good. Okay, let us start. Okay, Soumya. Okay, Rabilla, Kirtana. Okay. Yes, okay, Sangeeta. Yes. നിങ്ങൾ ആരെങ്കിലും ഒരു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കാൻ വേണ്ടി തന്നാലേ യെസ് ഓക്കെ. അപ്പൊ നമ്മള് വിവിധ ടെൻസുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ 6 ടെൻസുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 6 ടെൻസിനും ഒരു വാക്ക് വെച്ചിട്ട് ഞാൻ അതിന്റെ അർത്ഥം തീർന്നു പറഞ്ഞു പോകാം. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ ഞാൻ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ ഞാൻ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുക ആയിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആവുമ്പോൾ ഞാൻ എടുക്കുക ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ഒറ്റ വേർഡ് വെച്ച് പറഞ്ഞത് അതൊന്ന് റിവൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒറ്റ വാക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹി ടേക്സ്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഹി ടുക്ക്, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഹി വിൽ ടേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഹി ഈസ് ടേക്കിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഹി വാസ് ടേക്കിംഗ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ ഹി വിൽ ബി ടേക്കിംഗ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച 6 ടെൻസ്. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത ഒരു ടെൻസിന്റെ ചെറിയൊരു ഭാഗം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തിലോട്ട് പോകാം. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടെൻസ്, ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് അവിടെ എന്തെങ്കിലും കാര്യം സംഭവിച്ചിരിക്കും. ജസ്റ്റ് അപ്പൊ സംഭവിച്ചു, കുറച്ചു മുമ്പ്, തൊട്ട് മുമ്പ് സംഭവിച്ചു. അപ്പോ അങ്ങനെ സംഭവിച്ച കാര്യം, ജസ്റ്റ് ഹാപ്പൻഡ്, സംഭവിച്ച കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ടെൻസിന്റെ പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർത്തിരിക്കണം. നമുക്കറിയാം, ഒരു വെർബിന് 3 ടെൻസുകളുണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാനിവിടെ ചോദിക്കുകയാണ്, സംഗീത എമ്മ. ഓക്കെ, കീർത്തന. ഓക്കെ, കീർത്തന സംശയമാണ്. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, GONE. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഗോ പോവുക, വെന്റ് പോയി. ഈ ഗോൺ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? മൂന്നാമത്തെ ഫോമിലെ V3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഗോൺ.
കീർത്തനയുടെ ഒരു കാൽക്കുലേഷൻ എന്തായിരിക്കും ഗോ പോകുക പ്രസന്റേഴ്സ്. അത് ഫാത്തിമ വെന്റ് പോയി. ഫസ്റ്റ് പാർട്ടിസിപ്പാണ് ചോദിക്കുന്നത്. ആസിഫ് പറയുന്നു പോയി കഴിഞ്ഞു. യെസ്, ഇതിനകത്തൊക്കെ തോന്നുന്നു ആസിഫൊക്കെ സഹായിക്കുന്നുണ്ട്, ഫാത്തിമൊക്കെ സഹായിക്കുന്നുണ്ട്, ഫോണെ ഫ്രണ്ട് വരുന്നുണ്ട്. യെസ്, പറഞ്ഞോളൂ. പോകും പോകും എന്നാണെങ്കിൽ നമുക്ക് ആ പ്രസന്റ് ആയിട്ടുള്ള റിബില പറയുന്നു പോകുന്നു. പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള പോകും എന്നാണെങ്കിൽ പോകും. അനുഭവം പറയുന്നു പോകുന്നു. പുറപ്പെട്ട് കഴിഞ്ഞു. അതാണ് കോപപ്പെട്ട് കഴിഞ്ഞു. ശരിയല്ലേ? പുറപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ പുറപ്പെട്ട് കഴിയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. സൗമ്യ വെരി ഗുഡ്. ഓക്കെ. നിങ്ങളപ്പോ ഓക്കെ ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്, അവിടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായമുണ്ട്. ശരിയായാലും തെറ്റായാലും നമുക്ക് എപ്പോഴും വേണം, ഒരു നിലപാട് വേണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു നിലപാട് നിങ്ങൾക്കുണ്ട്, അത് ഈസ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, അതിന് നമുക്ക് അങ്ങനെ ഒരു അർത്ഥം പറയാൻ പറ്റില്ല. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന പേരിന് നമുക്കൊരു അർത്ഥം പറയാൻ പറ്റില്ല. അത് ഒരു വേറെ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിനെ കൂടി ഇങ്ങനെ ചേർന്ന് വരുന്ന വാക്കാണ്. നമുക്കറിയാല്ലേ, ചില ആളുകളുണ്ടെങ്കിൽ അവിടെ വേറെ ചില ആളുകൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അത് ചിലതിന്റെ വാക്കുകളുടെ കൂടെ ഇങ്ങനെ ചേർന്ന് വരുന്ന വാക്കുകളായതുകൊണ്ട് അതിന്റെ കൂടെ ഒരു ഓക്സിലറി വെർബും കൂടി ആവശ്യമായിട്ട് വരും. ഒരു സഹായക്രിയ, ഒരു ഹെൽപ്പിംഗ് വെർബും കൂടി ആവശ്യമായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഹി വെന്റ്, അവൻ പോയി എന്ന് പറയുമ്പോൾ അവൻ വേണമെങ്കിൽ ഇന്നലെ പോകാം, അല്ലെങ്കിൽ മിനിഞ്ഞാൾ പോകാം, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ കഴിഞ്ഞ വർഷമോ പോയി നമുക്ക് വേണമെങ്കിൽ ഉദ്ദേശിക്കാം ഹി വെന്റ് എന്ന് പറയുമ്പോൾ. കാരണം അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹി സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞു. അപ്പൊ ഹി വെന്റ് എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴോ പോയിട്ടുണ്ട്. അവൻ പോയോ എന്ന് ചോദിക്കുമ്പോ അവൻ പോയി എന്ന് ഹി വെന്റ് എന്നാണ് പറയുന്നത് എങ്കിൽ ഇത് മനസ്സിലാക്കുക, അവൻ പോയിട്ട് ഒരു പിടി നേരമായി, വളരെ നേരത്തെ പോയതാണ്. നേരെ മറിച്ച് അവൻ പോയിട്ട് അധിക നേരമായിട്ടില്ല, ഇപ്പൊ എങ്ങനെ പോയിട്ടുണ്ടോ എന്ന് അർത്ഥപ്പെടുന്ന രീതിയിൽ റിബില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? റിബിലിനോട് ചോദിക്കുകയാണ് അവൻ പോയോ, അല്ലെങ്കിൽ സഹോദരൻ, അല്ലെങ്കിൽ അപ്പൊ അവൻ ഇപ്പൊ അങ്ങനെ പോയുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലാവണം. എങ്ങനെ പറയാൻ പറ്റും? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, പറഞ്ഞോ. ഈ ജസ്റ്റ് ഗോ അല്ലേ? അപ്പോ റിബിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി ചേർന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കോമൺ ആയിട്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റിനെ നമ്മളൊന്ന് മാറ്റി നിർത്തി. ഓക്കെ, അഭിരാമിയാണ് അത് പറയേണ്ടി പറ്റുന്ന ഒരാളെങ്കിൽ എന്ത് പറയും? അവൻ പോയോ എന്ന് സഹോദരനെ കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചോ ആരെങ്കിലും വന്ന് അവരുടെ കൂട്ടുകാരെ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ കുറച്ചു മണി, അപ്പൊ അതിനേക്കാളും നല്ല നമുക്ക് ഹി വെന്റ് എന്ന് പറഞ്ഞാൽ പോരെ. കുറച്ചു മണിക്കൂറിന് മുമ്പേ പോയതല്ലേ, അതിന് നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ സംഗതി ഉണ്ട്. ഹി വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്. നമുക്കത് വേണ്ട, പോയോളേ. അപ്പൊ കേൾക്കുന്ന ആൾക്ക് തോന്നാം, പോയിട്ട് അതീതമായിട്ടില്ല, ഒന്ന് ആഞ്ഞു നടന്ന അവരൊപ്പം എത്താം. യെസ്, ഓക്കെ. അഭിരാമി ഇത് ആലോചിച്ചാൽ അനുപമം. അനുപമയാണ് മറുപടി പറയേണ്ടി വരുന്നതെങ്കിൽ എന്ത് പറയും? എന്ന് പറയും. ഓക്കെ. അപ്പൊ അനുപമ ഹി എന്ന് പറയുന്ന അവൻ എന്ന് പറയുന്ന വേർഡ് കൊടുത്ത് പിന്നെ ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എടുത്ത് അതാണ് മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹി ഗോൺ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാനിത് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ, ആർക്കെങ്കിലും പറയാം. ഞാൻ ആരുടെ പേര് പറയും, നിങ്ങളുടെ ഭാവനയിലുള്ളത്. ത്യാഗരാജൻ, നിങ്ങൾക്ക് ഭാവനയിലുള്ളത് പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും പറയാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം.
ജസ്റ്റ് ലീവ് എന്ന് പറയുന്നു ഫാത്തിമത്ത്, ഹി ഈസ് ഗോൺ എന്ന് പറയുന്നു ഗ്രീഷ്മ, സനില പറയുന്നു ഹി ഹാസ് ഗോൺ എന്ന് പറയുന്നു. യെസ്, സനില പറഞ്ഞത് തന്നെയാണ് സവിത പറയുന്നത്, ഹി ഹാസ് ഗോൺ എന്നാണ് പറയുന്നത്. അപ്പോ നിതീഷ പറയുന്നു ഹി ഹാസ് ഗോൺ ഔട്ട് എന്ന് പറയുന്നു. യെസ്, ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞോളൂ. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, ഓക്കെ വെരി ഗുഡ്, ഹി ഹാസ് ഗോൺ ഔട്ട്, പുറത്തേക്ക് പോയി. അപ്പോ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഈ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഇല്ലാതെ നമ്മൾ പറയുന്നത് എങ്കിൽ അത് മനസ്സിലാക്കുക, അത് ഇപ്പൊ പോയിട്ടുള്ളൂ, ജസ്റ്റ് നൗ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. പ്രസന്റ് അപ്പോ സഫീർ പറയുന്നത് ഹി ഗോൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് ചോദ്യമായിട്ട് മാറി. അപ്പൊ ഡിഡ് ഹി ഗോ എന്ന് പറഞ്ഞതിലേക്ക് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, അവൻ പോയോ. സിമ്പിൾ പാസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ അടിയിൽ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നു. ഐദർ ഹാസ് ഓർ ഹാവ്. അപ്പൊ നമുക്ക് എഴുതാം യെസ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റിൽ പി പി എന്നത്, പി പി മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് പി പി എന്നല്ലെങ്കിൽ V3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. വെർബിന്റെ മൂന്നാമത്തെ ഫോം V3, ഇതാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ സനില എന്ന് പറഞ്ഞു, സവിത എന്ന് പറഞ്ഞു, പിന്നെ ഒരു ഗോൺ ഔട്ടിൽ വന്നിട്ടുണ്ടായി ഹാസ് ഗോൺ ഔട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ സവിത സനില, വെരി ഗുഡ്, യു ആർ റൈറ്റ്. യെസ്, അപ്പോ നമുക്ക് വേറെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ എഴുതണമെങ്കിൽ പറയണമെങ്കിൽ എപ്പോഴും നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനു മുമ്പ് ഗോ നമുക്കറിയാം, ഗോണിന്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞു വരില്ല. അപ്പൊ പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്. ഗോ വെന്റ് ഗോൺ, ടേക്ക് ടുക്ക് ടേക്കൻ, കട്ട് കട്ട് കട്ട്. അപ്പൊ ചില പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്രസന്റ് ടെൻസും ഒരുപോലെ ഇരിക്കും. ഇപ്പൊ CUT കട്ട് എന്ന് പറയുന്ന വേർഡ് എടുത്ത് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കട്ടാണ്. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്. ഓക്കെ, ജിനി ജോളി, ജിനി ജോളി. ആ ഓക്കെ 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 ഓക്കെ, സഫീറ, ജിനി ജോളി ഈസ് നോട്ട്. ഫാത്തിമത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനൊരു സെന്റൻസ് പറയുന്നു. ഐ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ എന്ന് പറയുന്നു. അപ്പൊ ഇനി ഞാൻ ചോദിക്കുകയാണ്, പ്രസന്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് ഏത് ടെൻസിനോടാണെന്ന് പറയുന്നത്? സെന്റൻസ് ഇതായിരുന്നു, ഐ കട്ട് ദ കേക്ക് യെസ്റ്റർഡേ. പാസ്റ്റ്. വെരി ഗുഡ്. അത് എങ്ങനെ മനസ്സിലായി ഫാത്തിമക്ക്? അത് കഴിഞ്ഞതാണല്ലോ. അവിടെ ഒരു യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു ടൈം വേർഡ് കയറി കിടപ്പുണ്ട്. യെസ്റ്റർഡേ അല്ല, വെരി ഗുഡ് സൗമ്യ. സൗമ്യം ഈ സംഗതി വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇന്നലെയാണ് സംഭവം. അപ്പൊ പാസ്റ്റ് കഴിഞ്ഞു പോയി. വെരി ഗുഡ് വെരി ഗുഡ്. കേട്ടാ, അപ്പൊ പ്രസന്റ് ടെൻസ് അല്ല. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ യെസ്റ്റർഡേ എന്ന് പറയാൻ പാടില്ല. ഐ കട്ട് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കുറിക്കാറുള്ളതായി. അപ്പൊ നമുക്ക് ഈ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വെർബിന്റെ അതിനകത്ത് ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് വെച്ച് നമുക്ക് കണ്ടുപിടിച്ചോ. മനസ്സിലായി? ഇപ്പൊ ഇവിടെ ഫാത്തിമത്ത് പറഞ്ഞത് കറക്റ്റാണ്. കാരണം യെസ്റ്റർഡേ എടുക്കുന്നതുകൊണ്ട് പാസ്റ്റ് ടെൻസായ കട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. യെസ്, ഇനി അടുത്ത ചോദ്യം ത്യാഗരാജൻ. ത്യാഗരാജൻ ഓക്കെ ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയുന്നു. അതിന്റെ അകത്ത് കട്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്.
അത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഐ കട്ട് കേക്ക് ഓൺ എവരി ക്രിസ്മസ് ഈവ്. ഐ കട്ട് കേക്ക് ഓൺ എവരി ക്രിസ്മസ് ഈവ്. ഇതാണ് സെന്റൻസ്. ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കട്ട് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പ്രസന്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്. നേരത്തെ ഞാൻ ഫാത്തിമത്തിനോട് ചോദിച്ചപ്പോ ഫാത്തിമത്ത് യെസ്റ്റർഡേ എന്നുള്ള വാക്ക് ഓക്കെ സൗമ്യ കണ്ടു, വാക്ക് ഉപയോഗിച്ചിട്ട് കട്ട് സാർ ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഐ കട്ട് കേക്ക് ഓൺ എവരി ക്രിസ്മസ് ഈവ്. ഇതാണ് സെന്റൻസ്. അപ്പൊ ഈ കട്ട്, ഇതിന്റെ അത് വന്നിരിക്കുന്ന കട്ട് ഈ 3 ടെൻസിൽ ഏതായിരിക്കും? ത്യാഗരാജന്റെ ഒരു നോട്ടത്തിലെന്ന് പറഞ്ഞ് തെറ്റിക്കൊണ്ട് അനുപമ പ്രസന്റ് ടെൻസ് ആണെന്ന് പറയുന്നു. യെസ്, ത്യാഗരാജൻ തെറ്റിക്കൊണ്ട് ത്യാഗരാജ പറഞ്ഞോ, നോ പ്രോബ്ലം. പിന്നെ തെറ്റിയാലും ഒരു ഗുണം, പിന്നെ ത്യാഗരാജന് ഓർമ്മയുണ്ടാകും, പിന്നെ ഒരിക്കലും തെറ്റില്ല. യെസ്, ത്യാഗരാജന്റെ നോട്ടത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ഗ്രാമറിൽ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ എന്ത് തോന്നുന്നു? ഫാസ്റ്റ് ആണ്, പ്രസന്റ് ആണ്, ഫാസ്റ്റ് ആണ്, ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇതിൽ ഏതാണ്? V1, V2, V3. അനുഭവം പ്രസന്റിൽ നിൽക്കുന്നു. ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറയണ്ട. നമുക്ക് ത്യാഗരാജനെ ഒന്ന് ഫോണിൽ ഫ്രണ്ട് സഹായിക്കാറ് നിങ്ങളുടെ. അപ്പൊ ത്യാഗരാജൻ എല്ലാം നോക്കിയിട്ട് തീരുമാനത്തിലെത്തും. യെസ്, എന്ത് വേണം? പ്രസന്റ് ആണ് അല്ലേ? ത്യാഗരാജൻ സൈഡില പ്രസന്റിൽ ഉറച്ചു നിൽക്കുന്നു. ത്യാഗരാജൻ പറഞ്ഞില്ല, ത്യാഗരാജന്റെ മറുപടി. സുരേന്ദ്രൻ പറയുന്നു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറയുന്നു. റിബില പറയുന്നു അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന്. ത്യാഗരാജനാകെ കൺഫ്യൂഷനായി. എല്ലാവരും പല രീതിയിലേക്കല്ല പറയണത്. അപ്പൊ എന്ത് ചെയ്യും? ഒരെണ്ണം പറഞ്ഞു ത്യാഗരാജൻ ഉറപ്പിക്കും. ഓക്കെ, 3ഉം സെയിം ആണ്. ആദിത്യ, സബിത പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന്. നിതീഷ, ചിത്ര പറയുന്നു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ത്യാഗരാജന്റെ മറുപടിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഫാത്തിമത്ത് പറയുന്നു സിമ്പിൾ പ്രസന്റ് ആണെന്ന്. സനീന പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന്. അഭിരാമി പറയുന്നു പ്രസന്റ് ടെൻസ് ആണെന്ന്. 3 വരുമോ? 3 പറ്റില്ല, ഏതെങ്കിലും ഒരെണ്ണം വരുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇവിടെ ഞാൻ ഓരോരുത്തരും എഴുതിയത് വായിച്ചു തന്നെ. ഗ്രീഷ്മ പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണെന്ന്. ഓക്കെ, ത്യാഗരാജന്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഞങ്ങള്. ത്യാഗരാജന്റെ മറുപടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഉചിതമായ തീരുമാനം എടുക്കാൻ. എവിടെയെങ്കിലും ഉറപ്പില്ലേ? ത്യാഗരാജനായ കൺഫ്യൂഷൻ ഒക്കെയാണ് അല്ലേ? സിമ്പിൾ പ്രസന്റ്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആദിത്യ പറയാം. ചോദ്യം ഇതായിരുന്നു, ഐ കട്ട് കേക്ക്, CUT, കട്ട് കേക്ക് ഓൺ എവരി ക്രിസ്മസ് ഈവ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്ന് പറഞ്ഞവരുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തോട് വരാം. പ്രസന്റ് ടെൻസ് കട്ടാണ്, പാസ്റ്റ് ടെൻസും കട്ടാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ടാണ്. അപ്പൊ അതിന് ഈ 3-ൽ ഏത് കട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. ഞാൻ ആദ്യം ഫാത്തിമത്തിനോട് ചോദ്യം ചോദിച്ചപ്പോ ഫാത്തിമത്ത് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു. തന്നിരിക്കുന്ന വാചകത്തില് യെസ്റ്റർഡേ എന്നുള്ളത് കൊണ്ട് അത് ഇന്നലെ കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കി, ഐ കട്ട് കേക്ക്, ഞാൻ കേക്ക് മുറിക്കാറുണ്ട്. എവരി ഇയർ, എല്ലാ വർഷവും അല്ലെ? അതൊരു ഹാബിച്വൽ ആക്ഷൻ അല്ലേ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞേക്കണേ. എല്ലാ ദിവസവും ക്രിസ്തുമസിന്റെ തലേന്ന് ഞാൻ ഓക്കെ എന്ത് മുറിക്കാറുണ്ട്? കേക്ക് മുറിക്കാറുണ്ട്. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അത് എൻ്റെ ഒരു ഹാബിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റും വെർബിന്റെ ഒരു പ്രസന്റ് ടെൻസും ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ആദ്യം. അപ്പൊ നമുക്ക് പറയാം ഇവിടെയും എന്താണ്, ഐ കട്ട്, CUT കട്ട് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ ഇത് പ്രസന്റ് ടെൻസിലെ കട്ടാണ്.
പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകണമെങ്കിൽ അതിൻ്റെ അകത്ത് ഹാസ് അല്ലെങ്കിൽ ഹാവ് കയറി വരണമായിരുന്നു. ഹാസോ ഹാവോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയോട് വരികയാണ്. ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ തോന്നാം. ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്, ചിലപ്പോൾ പ്രസന്റ് ടെൻസ് ആയിരിക്കില്ല, ചിലപ്പോൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എങ്ങനെ നോക്കി കണ്ടുപിടിക്കും? ആ ടൈമിനെ, കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. യെസ്, ഓക്കെ. ഞാനാണ് സൗമ്യ. സൗമ്യ 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 സർ. ഓക്കെ ഓക്കെ. ഞാനൊരു വാചകം പറയുന്നു. വാചകം ഐ ഡാഷ് എവരിഡേ. ഐ ഡാഷ് എവരിഡേ. എല്ലാവരും കേട്ടോ. ഐ ഡാഷ് എവരിഡേ ആണ് വാചകം. അടിയിൽ ബ്രാക്കറ്റില് PRAY പ്രേ, പ്രൈഡ്, പിന്നെ ഹാസ് പ്രൈഡ്. ഫസ്റ്റ് വൺ ഓക്കെ. അഭിലാഷ് കേട്ടില്ലേ? അമറ്റ് പ്രേ അല്ല, സബിത, അത് ഈരാന്നാണ്. PRAY കേട്ടോ, PRAY പ്രാർത്ഥിക്കുക. അപ്പൊ ഫസ്റ്റ് വൺ വരുമെന്നാണ് സ്വാമി പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് റിബില പറയുന്നത്. ചിത്ര, അതിൻ്റെ അകത്ത് വേറെ കുഴപ്പമുണ്ട്. എവരി ഡേ എന്ന് പറയുന്ന വാക്ക് അവിടെ കിടപ്പുണ്ട്, അതാണ് പ്രശ്നം കേട്ടോ. അത് കുഴപ്പമാണ്. ആ എവരി ഡേ എന്ന് പറയുന്ന വാക്ക് അവിടെ കിടക്കണോണ്ട് ഹാസ് വരില്ല. എല്ലാ ദിവസവും കേട്ടോ. അപ്പൊ ഒരു ഹാബിച്വൽ ആക്ഷൻ. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഒരു ഇങ്ങനെയുള്ള വാചകങ്ങൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ടെൻസ് നോക്കുമ്പോൾ അതിനകത്ത് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക്, ഒരു സംഗതി അതിനകത്ത് കിടപ്പുണ്ട്. അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, തീരുമാനത്തിലേക്ക് എത്താൻ. ഓക്കെ ഓക്കെ. പെട്ടെന്ന് നമുക്ക് തോന്നും ഹാസോ ഹാവോ വെച്ച് പറയാലോ നമുക്ക് തോന്നും. പക്ഷെ ഒന്നും കൂടി നമ്മൾ ചിന്തിക്കണം. രണ്ടാമത് നമുക്കൊരു കാര്യം തെറ്റ് ശരി നമ്മുടെ മുന്നിലേക്ക് വരുന്നു, അത് നമുക്ക് ശരി നമ്മൾ കണ്ടെത്തുന്നു. ആ ശരിയായ കാര്യം നമ്മൾ പ്രയോഗിക്കുന്നതിന് മുമ്പ് ഇത് ശരി തന്നെയല്ലേ എന്ന് ഒന്നും കൂടി ചിന്തിക്കുന്നത്, അതിനാണ് നമ്മൾ പക്വത എന്ന് പറയുന്നത്. യെസ്, ശരിയാണ് നമുക്കറിയാം, എങ്കിലും ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നു, ഇത് തന്നെയല്ലേ ശരി, ഇനി വേറെ വല്ല കുഴപ്പങ്ങളില്ലാത്തുണ്ടോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പക്വത നമ്മൾ പറയുന്നത്. ഓക്കെ ഓക്കെ. മെച്യൂരിറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, പോട്ടെ, വിട്ടുകളഞ്ഞിട്ട്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ സാമ്യത്തെ സൂചിപ്പിക്കുന്ന വാക്ക് നോക്കി. അപ്പൊ ഇവിടെ സൗമ്യ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് വൺ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമ്മൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ആ ടെൻസ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഹാപ്പൻഡ്, ഇപ്പൊ കുറച്ചു മുമ്പ് സംഭവിച്ചു. അതിന്റെ അർത്ഥം വരെ ഈ പ്രസന്റ് പെർഫെക്റ്റ് ഒരിക്കലും സമയം പറയില്ല. സമയം വന്നു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് ഒരിക്കലും സമയം പറയാൻ പാടില്ല. ഇപ്പൊ I have passed my SSLC examination in 2010 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. I passed the SSLC examination കറക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആ സമയം എടുത്ത് കളയണം. I passed my SSLC examination. കാരണം പ്രസന്റ് പെർഫെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, തൊട്ട് മുമ്പ് കഴിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ടൈം സൂചിപ്പിക്കാറില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്കിനി വിഷയത്തിലേക്ക് വരാം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ എഴുതുന്നത് ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെ ഏതെങ്കിലും. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ഫോം, വെർബിന്റെ മൂന്നാമത്തെ ഫോം അത് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഐ ഹാസിലേക്ക് ഐ വരുമ്പോ ഹാവ് വരുള്ളൂ. ഐ ഹാവ്, അതൊക്കെ അറിയാലോ. ഹാസ് ഹാവ് എവിടെ ദൂരം അറിയാലോ. അറിയാൻ പാടില്ല എങ്കിൽ ഞാൻ വെറുതെ പെട്ടെന്ന് പറയുകയാണ്. ഹാസ് വരുന്നത് ഹി സബ്ജക്റ്റ് ആവുമ്പോ ഹാസ് വരും, ഷീ സബ്ജക്റ്റ് ആവുമ്പോ ഹാസ് വരും, ഇറ്റ് ഇത് എന്ന് പറയുന്ന സ്ഥലത്ത് ഹാസ് വരും, പിന്നെ സിംഗുലർ ഒരെണ്ണം ഉള്ളെങ്കിൽ ഹാസ് വരും. അപ്പൊ ഹാസ് ഇതിന്റെ കൂടെയൊക്കെയാണ് വരുന്നത്. ഹാസ് വരുന്നത്
ഹീയുടെ കൂടെ വരുന്നു, ഷീയുടെ കൂടെ വരുന്നു, ഇറ്റിന്റെ കൂടെ വരുന്നു, സിംഗുലർ. ബാക്കിയുള്ള എല്ലാത്തിന്റെയും കൂടെ ഏതാ വരുന്നത്? ഹാവ് വരുന്നു. ബാക്കി ഇതല്ലാതെയുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് എന്ന് വരുന്നു. അപ്പൊ ഇതൊക്കെ വരും. ഐയുടെ കൂടെ ഹാവ് വരും, വിയുടെ കൂടെ ഹാവ് വരും, യുവിന്റെ കൂടെ ഹാവ് വരും, ദയുടെ കൂടെ ഹാവ് വരും. പിന്നെ പ്ലൂരൽ ബഹുവചനമാണെങ്കിൽ ബോയ് എന്നാണെങ്കിൽ ഹാസ്, ബോയ്സ് എന്നാണെങ്കിൽ ഹാവ്. കണ്ടോ, പ്ലൂരൽ ആകുമ്പോൾ ഹാവ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു സംശയം തോന്നാം. അപ്പൊ സബ്ജക്റ്റ് എഴുതി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി. ആ ഹാസോ ഹാവോ കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ വീത്ത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിക്കും, അപ്പൊ സാറേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞപ്പോ ഹാവ് കഴിഞ്ഞതിന് ശേഷം വീത്ത് അല്ലല്ലോ ഉപയോഗിച്ചത് എന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചോദിച്ചില്ല, പോട്ടെ. ഐ ഹാവ് എ ബസ്, ഐ ഹാവ് ആൻ എലിഫന്റ്. ഹാസും ഹാവും കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചത് V3 അല്ലല്ലോ, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലല്ലോ. ഇവിടെ ഇപ്പൊ ഹാസോ ഹാവോ കഴിഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിളേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നു. എന്ന് നിങ്ങൾ ആരും ചോദിച്ചില്ല, ആരുടെങ്കിലും മനസ്സിൽ വന്നു. ആരുടെങ്കിലും മനസ്സിലത് വന്നോ? നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അപ്പോ ഫാത്തിമത്തിന്റെ വന്നില്ല. ഐ ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ഈറ്റൻ ആണ്. ഐ ഹാവ് ഈറ്റൻ. ഓക്കെ ഓക്കെ ഓക്കെ, വന്നില്ല അല്ലേ? അപ്പൊ ഇപ്പൊ തോന്നുന്നുണ്ട് അങ്ങനെ അല്ലേ? ഓ, അങ്ങനെ ശരിയായിരുന്നില്ല, അങ്ങനെ നമുക്ക് അന്നേരത്തെ അങ്ങനെ ഒന്ന് ചിന്തിക്കാമായിരുന്നല്ലോ. ഞാൻ ഇത് നോക്കിയിരിക്കുകയായിരുന്നു, ആരാണത് ചോദിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ വിഷയത്തോട്ട് വരാം അല്ലെ? ഇപ്പൊ അങ്ങനെ തോന്നിയില്ലേ ആസിഫ് അലി? അങ്ങനെ തോന്നിയോ? യെസ്, ചിലപ്പോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കാണും നിങ്ങൾക്ക് തന്നെ ഉത്തരവ് പിടിക്കേണ്ടി കാണും. അത് ഇന്ന കാരണം കൊണ്ടാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പറയാനിരുന്നത്. ഓക്കെ, സരിതാമണി. എന്താണ് മക്കളെ ആരും വരാതെ? യെസ്, അനുപമ. വിളിച്ചാൽ വരുന്നവരെ വിളിക്കാം അല്ലെ? അനുപമ. അപ്പൊ അനുപമക്ക് തോന്നിയായിരുന്നോ അങ്ങനെ ഒരു സംഗതി? ഇല്ല സാറേ. സംഭവം ഇപ്പൊ പറഞ്ഞപ്പോ അങ്ങനെ തോന്നിയോ? ഇപ്പൊ തോന്നിയോ? പറഞ്ഞപ്പോ അല്ലേ തോന്നി അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളോട് കാര്യം മനസ്സിലാക്കണം. ഓക്കെ, കുറച്ചു പേർക്ക് തോന്നിയിട്ടുണ്ടാവും, പിന്നെ കുറച്ചു പേർക്ക് അത് അങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇന്ന നിയമമുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ അറിയാവുന്നവർക്ക് സംബന്ധിച്ചത് ക്ലേശയാണ്, ഞാനും അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ച് ഞാൻ പറയും. നോക്കാം, ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്. അതായത് ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം ഒരു വെർബാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ അത് മൂന്നാമത്തെ ഫോം ആയിരിക്കും. കണ്ട, ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം ഒരു വെർബാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, ഒരു ക്രിയ, ഒരു പ്രവൃത്തി അതാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ V3 മൂന്നാമത്തെ ഫോം ആയിരിക്കും. ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം ഒരു നൗൺ ആണ്, ഒരു പേരാണ് വരുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. ഐ ഹാവ് എ കാർ ആണ്, ഒരു പേരല്ലേ, ഒരു കാർ. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് സ്ഥലം, ഒരു പേരിനെ സൂചിപ്പിക്കുന്നതിന് അതിന് നൗൺ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തിന്റെ ആവാം, ഒരു വ്യക്തിയുടെ ആവാം, ഒരു സംഗതിയുടെ ആവാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പേരിനെ സൂചിപ്പിക്കുന്ന നൗൺ. നൗൺ പറയണമെങ്കിൽ കുഴപ്പമില്ല ഹാവ് കഴിഞ്ഞതിന് ശേഷം. നേരെ മറിച്ച് ഹാസോ ഹാവോ കഴിഞ്ഞിട്ട് ഒരു വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ഹാവ് ഗോ എന്ന് പറയരുത്, ഐ ഹാവ് ഗോൺ എന്ന് തന്നെ പറയണം. ഐ ഹാവ് ടേക്ക് എന്ന് പറയരുത്, ഐ ഹാവ് ടേക്കൻ. നൗൺ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വെർബാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ മൂന്നാമത്തെ ഫോം തന്നെ ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, എസ് പ്ലസ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ, ശ്രീരാം.
Srina? Yes. Srina is not responding. എന്ത് പുരുഷന് വരാൻ പണിയെന്ന് അറിയുമ്പോൾ എന്റെ പേര് മിണ്ടാതിരിക്കുകയല്ലേ. ഫാരിസ്? യെസ്. സവിത? ഓക്കെ, സവിത ഒരു കാര്യം. സവിത ഒരു 5 സെന്റൻസ് പറയാം. 5 സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവും വന്നും വെർബിന്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നും. ഓക്കെ, ഇഷ്ടമുള്ള പറഞ്ഞു. ഐ ആരെങ്കിലും വേണമെന്നില്ല, ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിച്ചു. ഒരു സബ്ജക്ട് അതിലൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഒരു എക്സാമ്പിൾ പറയാം. കാലത്ത് അച്ഛൻ ജോലിക്ക് പോയി. അപ്പൊ നമുക്ക് പറയാം മൈ ഫാദർ, ഒരാളോട് ഹാസ് ഗോൺ ടു വർക്ക്. അച്ഛൻ ജോലിക്ക് പോയി. ഇൻ ദ മോർണിംഗ് എന്ന് പറയുന്നത് ഹാസ് ഗോൺ. എത്ര മതി, സമയം വേണ്ട. മൈ ഫാദർ ഹാസ് ഗോൺ. ഇനി നിങ്ങള് ഇപ്പൊ രാവിലെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് അമ്മയാണ്. അപ്പൊ ഷീ ഹാസ് പ്രിപ്പയർഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇഷ്ടമുള്ള വാചകം. ഒരു സബ്ജക്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ വരും. അപ്പൊ സവിത ആലോചിച്ചു, പറഞ്ഞോളൂ. ഓരോരുത്തരും ആലോചിച്ചിട്ട് 5 സെന്റൻസ്. സബ്ജക്ട് വേണം, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ ഹാവ് എ കാർ അങ്ങനെയൊന്നും പറയരുത്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയും. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ കാര്യം വെച്ചാൽ പറഞ്ഞാൽ മതി. ഐ ഹാവ് ടേക്കൻ ബാത്ത്, ഞാൻ കുളിച്ചു. I have eaten breakfast. ഐ ഹാവ്, ഇപ്പൊ സഫീറ പറയുന്നു ഐ ഹാവ് ഡൺ ഓൾ മൈ ഹോംവർക്ക്. എന്റെ എല്ലാ ഹോംവർക്കും ഞാൻ ചെയ്തു. My husband has gone to work. My mother has cooked. My mother has cooked. Okay. My brother has called. My brother has called. Called present ആണ്, past participle ആണ് called. My brother has called. എന്റെ സഹോദരനെ വിളിച്ചിരുന്നു. Yes. We have gone to temple. We have gone to temple. We have gone to temple. Okay. Okay, Samila, correct ആണ്. Very good. Okay. കൃത്യമാണ് പറഞ്ഞത്. Okay. ഇനി അടുത്തൊരാള്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങൾക്ക് പറയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറയാം. സബ്ജക്ട് പറയുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു സംഗതി എടുക്കാമെന്ന് മാത്രം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരാൾ പോകുന്നു, നിങ്ങൾക്ക് അയാളുടെ പേരറിയാം, രാഘവൻ. നിങ്ങൾക്ക് പറയാം രാഘവൻ ഹാസ് ഗോൺ. രാഘവൻ പോയി. അവിടെ നിന്ന് നോക്കുമ്പോ സീത ചിരിക്കുന്നു. അപ്പൊ നമുക്ക് പറയാം സീത ഹാസ് സ്മൈൽഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എപ്പോഴും ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുമ്പോൾ V3 മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അത് മറക്കരുത്. യെസ്, ഇതൊക്കെ നോക്കാണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പല വെച്ചൊക്കെ തട്ടിയിട്ടുണ്ട് ഇല്ലേ? ഹാവ് കഴിഞ്ഞതിന് ശേഷം V3 അതൊന്നുമല്ല, അന്നേരത്ത് വന്നൊക്കെ വെച്ച് നമ്മൾ തകർത്തിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ. റൈറ്റ്? ഓക്കെ. സവിത പറയുന്നു ഐ ഹാവ് ഫോർഗോട്ടൺ. അല്ല, ഫോർഗെറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഫോർഗോട്ടൺ. യെസ്, കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഐ ഹാവ് ഫോർഗോട്ടൺ എന്തെങ്കിലും ടു പോസ്റ്റ് ദ ലെറ്റർ. കത്ത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. യെസ്, അല്ലെങ്കിൽ ഓക്കെ. യെസ്, സുരേന്ദ്രൻ. സൂര്യ. ഹലോ സർ. പറഞ്ഞു സൂര്യ, ഒന്ന് പറഞ്ഞു നോക്കി. കീർത്തന പറയുന്നു ഐ ഹാവ് ഡ്രങ്ക് മിൽക്ക്. ഓക്കെ, വെരി ഗുഡ് കീർത്തന. DRUNK, വെരി ഗുഡ്, കറക്റ്റ് ആണ്. I have eaten breakfast. I have eaten breakfast. വെരി ഗുഡ്. ഭക്ഷണത്തെ തുടങ്ങാന്ന് ചോദിച്ചു സൂര്യ. വെരി ഗുഡ്. ഓക്കെ, ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. The car has 4 wheels. ഒന്നിനു പറഞ്ഞേ. The car has 4 wheels. അപ്പൊ നമുക്ക് അവിടെ സൂര്യ പറഞ്ഞ കറക്റ്റ് ആണ്. കാർ ഹാസ് 4 വീൽസ്. കാറിന് അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം വീൽസ്, ചക്രങ്ങൾ.
അത് നൗണാണ്. ഒരു വെർബ് വരട്ടെ, ക്രിയ വരട്ടെ. മൈ ബേബി ഹാസ് ലെഫ്റ്റ്. ഓക്കെ, ശ്രുതി കറക്റ്റ് ആണ്. ഒരു വെർബ് അത് കറക്റ്റ് ആണ്, സൂര്യ കറക്റ്റ് ആണ്. അല്ലെങ്കിൽ എഴുതിക്കോ, ഞാൻ കാറ് കഴിയുന്നാക്ക്. I have washed my car. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയിക്കണ്ട. അപ്പൊ വാഷ് എന്ന് പറയുന്നതിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ കയറി വന്നതാണ്. വാഷ്, വാഷ്ഡ്, വാഷ്ഡ്. ഓക്കെ, ഐ ഹാവ് വാഷ്ഡ് മൈ കാർ. അപ്പൊ ശരിയായി. ഓക്കെ, I have a long hair. അവിടെയും ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറയാം. ഓക്കെ, സവിത പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നേരത്തെ പീല് പറഞ്ഞ പോലെ ഐ ഹാവ്, എനിക്കുണ്ട്. എന്തുണ്ട്? ലോങ് ഹെയർ. അതൊരു പേരല്ലേ, നീണ്ട മുടി. അതിന്റെ 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നോക്കാം. വെർബ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പറയും, വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയും ചാടുക എന്നാണെങ്കിൽ ചാടുക, ചാടി, ചാടും. അതാണ് നമ്മൾ തിരിച്ചറിയാനുള്ള ടെക്നിക്ക്. ഓടുക എന്നെങ്കിൽ ഓടുക, ഓടി, ഓടും. നടക്കുക എന്നെങ്കിൽ നടന്നു, നടക്കും. നമുക്കിവിടെ സൂര്യ പറഞ്ഞു നീണ്ട മുടി, അതിന് 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ നൗണാണ്. വെർബിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചറും പറയാൻ പറ്റും. ഇപ്പോ എഴുതുക, എഴുതി, എഴുതും. നേരെ മറിച്ച് എഴുത്ത് എന്നാണെങ്കിൽ പറയാം ലെറ്റർ ആണ്, അത് പേരാണ്. എഴുതുക എന്താണെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ എഴുതുക, എഴുതി, എഴുതും. സംസാരിക്കുക, സംസാരിച്ചു, സംസാരിക്കും. നോക്കുക, നോക്കി, നോക്കും. അല്ല, വെർബിന് എപ്പോഴും 3 കാലങ്ങൾ ഉണ്ടാവും. നൗണിന് 3 കാലം. ഇപ്പൊ ടി വി 3 കാലം പറയാൻ പറ്റുമോ? അതൊരു പേരാണ്. അതുപോലെയാണ് നേരത്തെ 4 വീൽസ് സൂര്യ പറഞ്ഞപ്പോഴും അതിന് 3 കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ലോങ് ഹെയർ. പക്ഷെ സെന്റൻസ് കറക്റ്റ് ആണ് സൂര്യ. ഐ ഹാവ് ലോങ് ഹെയർ, എനിക്ക് നീണ്ട മുടിയുണ്ട്. അത് കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. നമ്മൾ ഇവിടെ പറയുന്നത് ഓക്കെ സവിത, പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. ഓക്കെ 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 ഓക്കെ. മറ്റത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞു സൂര്യ. സവിതയല്ലേ സൂര്യ? പറഞ്ഞോളൂ. ഒരു സബ്ജക്റ്റ് പറഞ്ഞു. കുട്ടികൾ എത്ര പേരുണ്ട്? I have 2 children. അപ്പൊ പറയൂ, ചിൽഡ്രൻ, കുട്ടികൾ. അവർ സ്കൂളിൽ പോയില്ലേ? Yes. ചിൽഡ്രൻ. My husband gone to office. Has gone to office. Gone to office. Husband gone to office. My kid is gone. സ്കൂളിൽ പോയില്ലേ? അപ്പൊ ചിൽഡ്രൻ പ്ലൂറലാണ്, ബഹുവചനമായി. ഹാവ് ഗോൺ ടു സ്കൂൾ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ പറഞ്ഞോളൂ. യെസ്. രാവിലെ ചെന്നിട്ട് വല്ല പാത്രമൊക്കെ കഴിക്കായിരുന്നു രാവിലെ എന്നിട്ട് ചെയ്യുമ്പോ? Yes, sir. അന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ I cleaned my utensils. അല്ലല്ല, സിമ്പിൾ പാസ്റ്റ് ആയി. സിമ്പിൾ പാസ്റ്റ് ആയി. I have cleaned my utensils. ഓക്കെ Utensils. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ അതിന്റെ ടെക്നിക്ക് പിടികിട്ടിയല്ലോ സൂര്യ. സൂര്യക്ക് മാത്രമല്ല, സൂര്യ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. മറ്റത് പൊസഷൻ ആണ്, ഒരാളുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഐ ഹാവ് എ ലോങ് ഹെയർ, കറക്റ്റ് ആണ്. ഓക്കെ സൗമ്യ, സൗമ്യ. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ ഗുഡ് മൈൻഡ്. സൗമ്യ, സൗമ്യ വരൂ. Okay, sir. പറയാനുള്ള മനസ്സ് കാണിക്കുക. തെറ്റ് പറ്റിക്കോട്ടെ, തെറ്റ് പറ്റുന്നത് മനുഷ്യർക്കാണ് അല്ലേ? അത് സ്വാഭാവികം. യെസ്, പറഞ്ഞ സൗമ്യ. My daughter has gone to school. വെരി ഗുഡ്, കറക്റ്റ്. I have finished my kitchen work. വെരി ഗുഡ്, വീണ്ടും കറക്റ്റ്. My husband has washed clothes. വെരി ഗുഡ്. I have drunken juice. അതിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ആണ്. Drink. ഡ്രാങ്ക് ആണ്. Drunken അല്ലേ പറയണ്ടേ? ഡ്രങ്ക് എന്നാ ഞങ്ങൾ കേട്ടത്. ഡ്രങ്ക് എന്നാണ് പറഞ്ഞത്. അല്ല, en ചേർത്തെ. ഇൻ വേണ്ട, ഇൻ വരില്ല. DRUNK വരും. അതായത് DRINK, DRANK, DRUNK. UNK. Okay, okay. ടേക്കൺ EM വരുന്നത് കേട്ടോ. പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കറക്റ്റ്. Okay. My baby has cried loudly. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. പറഞ്ഞോളൂ, 1 more. 4 ആയിട്ടുള്ളൂ.
ഒരെണ്ണം തെറ്റിയത് 5 ആയല്ലോ. അത് ഒന്നുകൂടി പോകുന്നുണ്ട്, ആലോചിക്കാതെ ഒരെണ്ണം പറ. ഓക്കെ മറ്റേ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഞാൻ പ്രിപ്പയർഡ് അല്ലാതെ ഒരെണ്ണം പറ, വേഗം കിട്ടുന്നു. ഓക്കെ. My daughter has completed his work. Okay, very good. My daughter has completed the work. Okay. ഇനി ത്യാഗരാജൻ, ഫാത്തിമത്തല്ല പറയുന്നത്, ഫാത്തിമത്തെ പറഞ്ഞോളൂ. I have brushed my teeth. Okay, I have brushed my teeth. Okay. You have eaten breakfast. Okay. She has gone driving class. Okay, she has gone to driving class. Okay. Teacher has reached the school. Okay. It has good weather. It has good Good weather. weather. സംഗതി കറക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് എവിടെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാമോ ഫാത്തിമത്ത്? സെന്റൻസ് നമുക്ക് കറക്റ്റ് ആക്കാം, പക്ഷേ ആ ഹാസ് കഴിഞ്ഞതിന് ശേഷം ഗുഡ് വെതർ, നല്ല കാലാവസ്ഥ, അതിന്റെ 3 ടെൻസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊരു പേരായി പോയി, അതൊരു പൊസിഷൻ ആണ് കേട്ടോ. ഇറ്റ് ഹാസ് റെയിൻഡ്, കറക്റ്റ് ആണ്. റെയിൻ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റെയിൻഡ്, മഴ പെയ്യുക, അതിന്റെ പാസ്റ്റ് റെയിൻ. ഇറ്റ് ഹാസ് റെയിൻഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മറ്റേത് സെന്റൻസ് കറക്റ്റ് ആണ്, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. യെസ്, ഇനി നജ്മ. യെസ്, അല്ല എല്ലാവരും മിണ്ടാതിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ചിത്ര പറഞ്ഞോളൂ. ചിത്ര തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പറയും. I have terrible stomachache. അത് നമുക്ക് സംഗതി കറക്റ്റ് ആണ്. ഐ ഹാവ് എ ടെറിബിൾ സ്റ്റൊമക്ക്, എനിക്ക് ശക്തമായ വയറുവേദനയുണ്ട്. ഓക്കെ, ഐ ഹാവ്. പിന്നെ പറഞ്ഞേക്കണം എന്താന്ന് നോക്കി, ഭയാനകരമായ വേദന. അതിന്റെ 3 ടെൻസ് നമുക്ക് പറയാൻ പറ്റുമോ? വെറുപ്പിന് ആ സെന്റൻസ് കറക്റ്റ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് ഉപയോഗിക്കുക. സൗമ്യ ഒരു വെർബ് ഉപയോഗിക്കുക. ഈ സെന്റൻസ് തെറ്റൊന്നുമില്ല, ചിത്ര കറക്റ്റ് ആണ് പറഞ്ഞത്. ഐ ഹാവ് നേരത്തെ ഒരാളോട് പറഞ്ഞില്ല, ഐ ഹാവ് ലോ എന്ന് പറഞ്ഞില്ല, അതുപോലെ കറക്റ്റ് ആണ് സംഗതി. അപ്പൊ നമുക്ക് അത് ആ സ്റ്റൊമക്ക് കേക്ക് എന്നുള്ളതിന് മാറ്റിയിട്ട് വേറൊരു വാക്ക് പറഞ്ഞു, ഐ ഹാവ്. ആരെങ്കിലും ഒരാളെ തെറ്റിദ്ധരിച്ചിട്ടെന്ന് വിചാരിക്കും. തെറ്റിദ്ധരിക്കുക എന്നുള്ളത് എന്താ ഇംഗ്ലീഷ്? മിസ്റ്റേക്ക് അല്ലേ? അപ്പൊ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ പറയുക? മിസ്റ്റേക്കൺ. ഓക്കെ. അപ്പൊ ഐ ഹാവ് മിസ്റ്റേക്കൺ. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു ആളുടെ പേര് കൂടെ അതിനകത്ത് സൂചിപ്പിക്കാം. ഐ ഹാവ് മിസ്റ്റേക്കൺ യു, നിങ്ങളെ. ഐ ഹാവ് മിസ്റ്റേക്കൺ മൈ നെയ്ബർ, എന്റെ അയൽവാസിയെ. ഓക്കെ, തുടങ്ങി പറയാം. യെസ്, ഓക്കെ. ഞാൻ അടുത്ത് പറഞ്ഞു ചിത്ര, ശരിയാണ് പറഞ്ഞത്. അറ്റംപ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ ഒരു പ്ലാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനൊരു പ്ലാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. ഐ ഹാവ് പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. ചിന്തിച്ചു എന്നുള്ളത് തിങ്ക് എന്നാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് അറിയാമോ? തോട്ട് എന്നാണ്. THOUGH തോട്ട്. ഐ ഹാവ് തോട്ട് എ പ്ലാൻ. അതാണ്. പക്ഷെ ഐ ഹാവ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. പ്ലാൻ എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലാന്റ് ആണ്. ഓക്കെ. യെസ്. I have took medicine. ഐ ഹാവ് ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ ആണ്. ഐ ഹാവ് ടേക്കൺ മെഡിസിൻ. ടേക്ക്, ടുക്ക്, ടേക്കൺ ആണ്. ഐ ഹാവ് ടേക്കൺ മെഡിസിൻ, കറക്റ്റ് ആണ്. അടുത്ത I have lied. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ലൈക്ക് അല്ലേ? അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ലൈക്ഡ് അല്ലെ? അതിന്റെ കൂടെ ഒരു വാക്ക് ചേർന്ന് ഭംഗിക്ക്. I liked flowers. I have liked flowers. എനിക്ക് പൂക്കൾ
ഞാൻ ഇഷ്ടപ്പെട്ടു. ഓ, ഐ ഹാവ് ലൈക്ക് ഫ്ലവേഴ്സ്. ഐ ലൈക്ക് എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് ആവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് ഹാസ് ഓർ ഹാവ് ചേർക്കാൻ പറയുന്നത്. ഓക്കെ 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 ചിത്ര, വെരി ഗുഡ് വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യുവർ അറ്റംപ്റ്റ്. അത് പറയാൻ കാണിച്ച മനസ്സിന്, എനിക്കത് മനസ്സിലാകണമെന്ന് കാണിച്ച ആ നല്ല ചിന്തകൾക്ക് ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഈ അടുത്ത ആരാണ്? തെറ്റിക്കോട്ടെ മക്കളെ, തെറ്റേ പറയാവൂ, ശരി പറയണ്ട. സബ്ജക്റ്റ് വരുന്നു, ഒരു ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുന്നു, പിന്നെ ഒരു വെർബ് എഴുതുന്നു, അതിന്റെ പാസ്വേഡ് ഇത്രയുള്ള കാര്യം. അത് അങ്ങനെയേ എഴുതാവൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് എന്ന്. അഭിരാമി, പറഞ്ഞോളൂ അഭിരാമി. I have prepared English note. I have prepared എന്ന് പറഞ്ഞു. Prepared എന്ന് പറഞ്ഞാൽ past participle prepared. Okay. I have prepared English notes. Very good. Okay. He has eat fruits. He has eaten. Eat തിന്നുക. അതിന്റെ past tense ആണ് eat. Past participle ആണ് eaten. He has eaten fruits. Correct ആണ്. He has prepared breakfast. He has prepared breakfast. Past participle. Correct ആണ്. My husband go to market. അപ്പോ അതിനകത്ത് ഒരു വാക്ക് വിട്ടുപോയി. ഹസ്ബൻഡ് കഴിഞ്ഞ സബ്ജക്റ്റ് വന്നു. ഹാസോ ഹാവോ വിട്ടുപോയി. അപ്പൊ ഹസ്ബൻഡ് ഉള്ളപ്പോ ഹാസ്. മൈ ഹസ്ബൻഡ് ഹാസ്. ഇനി ഗോ എന്നുള്ളതിന്റെ മൂന്നാമത്തെ പോ. ഗോ, വെന്റ്, ഗോൺ. അപ്പൊ അത് ഗോൺ നോക്കാം. മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ ടു മാർക്കറ്റ്. കറക്റ്റ്. I have a car. ഐ ഹാവ് എ കാർ. അപ്പൊ നമുക്ക് സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് കാർ എന്നാണ്. അതിന് കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ മനസ്സിലായില്ല. ഹാവോ ഹാസോ കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ഹാവ് എ കാർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അങ്ങനത്തെ സെന്റൻസ് നമുക്ക് ഉണ്ട്, കുഴപ്പമില്ല, കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായതുകൊണ്ട് അതിന്റെ അകത്ത് ഐ ഹാവ് അത്ര വരെ കറക്റ്റ് ആണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എ കാർ എന്നാണ്. എ കാർ ഞാൻ പറഞ്ഞു, ഒരു വെർബ് ആകുമ്പോൾ 3 കാലം പറയാൻ പറ്റും. എടുക്കുക, എടുത്തു, എടുത്തു. നടക്കുക, നടന്നു. ചാടുക, ചാടി, ചാടും. കാണുക, കണ്ടു, കാണും. അതുപോലെ കാർ എന്നുള്ളതിന് ഹാവ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്ന കാർ എന്നുള്ളതിന് ഒരു വാക്ക് പറയാൻ പറ്റുമോ? 3 കാലങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് നൗണാണ്, സംഗതിയുടെ പേരാണ്. അപ്പൊ നേരെ മറിച്ച് ആ സെന്റൻസ് വേറൊരു രീതിയിൽ മാറ്റാം. ഞാൻ കാർ ഓടിച്ചു കഴിഞ്ഞു. അപ്പൊ ഓടിക്കുക എന്ന് പറഞ്ഞ വാക്കിനെ ചേർത്താൽ മതി. അപ്പൊ ഒന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് സാറേ നോക്കട്ടെ. ഡ്രൈവ് ഓടിക്കുക. ഡ്രൈവ് കാർ. അല്ല, അങ്ങനെ ചെയ്തില്ല. ഡ്രൈവ് സെന്റൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോവ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഡ്രിവൺ. അപ്പൊ ഐ ഹാവ് ഡ്രിവൺ ദ കാർ. അപ്പൊ കറക്റ്റ് കേട്ടാ. ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ തെറ്റല്ല, ശരിയാണ്. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ടെൻസിലേക്ക് അത് വരില്ലെന്ന് മാത്രമേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് മനസ്സിലാക്കിയിരുന്നാ മതി. ഐ ഹാവ് എ ലോങ് ഹെയർ എന്ന് പറഞ്ഞ അതേപോലെ. കീർത്തന ഫാത്തിമ പറയുന്നത് ഹി ഹാസ് ട്രീറ്റഡ് മീ വെരി വെൽ. ഓക്കെ, വെരി ഗുഡ്. നല്ല സെന്റൻസ് ആണ്. അവളെ നന്നായിട്ട് പരിചരിച്ചു. ഓക്കെ, കീർത്തന വിനോദ് പറഞ്ഞോളൂ. ഒരു ഹാസോ ഹാവോ വെച്ച് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നു. I have forgotten everything. I have forgotten everything. Very good. ഞാൻ എല്ലാം മറന്നുപോയി. വെരി ഗുഡ് വെരി ഗുഡ്. മറക്കാതിരിക്കേണ്ടത്. I have brought a car. ഒന്നുകൂടി പറയാൻ കേട്ടില്ല. I have brought a car. I have brought a car. വെരി ഗുഡ്. Bring past tense ആണ്. അതിന്റെ past tense ആണ് brought. B-R-O-U-G-H-T. അതിന്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, സൗമ്യ പറയുന്നു she has practiced for the exam. കറക്റ്റ് ആണ്. പറഞ്ഞു കേൾക്കണം. I sat a chair. നോക്കി. അപ്പൊ അതിനകത്ത് ഹാസോ ഹാവോ വന്നിട്ടില്ല. I have sat. ഓക്കെ ഓക്കെ ഓക്കെ. ഹാവ് കൂടി ചേർക്കാം. ഓക്കെ 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 ഓക്കെ. I have stood in a bus. ഓക്കെ 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 ഓക്കെ.
റിബില അതിനകത്ത് അറ്റൻഡന്റ് ATNDED ഒരു പാസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ED കൂടി ചേർക്കാം. ഓക്കെ പറഞ്ഞു. I have stood in a bus. ആ അടുത്തത് I have drunk milk. ആ ഓക്കെ ഒക്കെ ഐ ഹാവ് ഒന്ന് മാറ്റി പിടിച്ചോ. വേറെ ആരെങ്കിലും പറഞ്ഞു. My children has eaten mangoes. അപ്പൊ അതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. ആദ്യത്തെ കറക്ഷൻ മൈ ചിൽഡ്രൻ. മൈ ചൈൽഡ് എന്നാണെങ്കിൽ ഹാസ് കറക്റ്റ് ആവും. മൈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായി. അപ്പൊ ഹാസ് മാറ്റിയിട്ട് ഹാവ് എന്നാണ്. മൈ ചൈൽഡ് എന്നാണെങ്കിൽ എന്താ പറഞ്ഞെങ്കിൽ കറക്റ്റ് ആണ്. അപ്പൊ ഒരു കുട്ടി കൂടി. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്തായി കൂടുതലായി, ഒന്നിൽ കൂടുതലായി. അപ്പൊ പ്ലൂറലായി. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഫാത്തിമ പറയുന്നു they have played group dance. അവര് ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്ത് ഫാത്തിമ പറയുന്നു he has brought fish. മാർക്കറ്റിൽ വന്നു കഴിഞ്ഞപ്പോ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ആര്യ വേണുഗോപാൽ. ആര്യ വേണുഗോപാൽ. ഓക്കെ ആര്യ വേണുഗോപാൽ. ഫാത്തിമത്ത് പറയുന്നു ഐ ഹാവ് ഓക്കെ ഫാത്തിമത്തെ ടുക്കല്ല ടേക്കൺ ആണ് ടേക്കൺ. ഷബാന അത് കറക്റ്റ് ആണ്. ഐ ഹാവ് 3 ചൈൽഡ്. അപ്പോ ഓക്കെ ആര്യ ഓക്കെ 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 ഐ ഹാവ് 3 ചൈൽഡ്. അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നേക്കണം വെർബല്ല. എന്ത് ചെയ്തു? 3 എനിക്ക് 3 കുട്ടികളുണ്ട്. പക്ഷെ അത് നമുക്കൊരു ഭംഗിയായിരിക്കും. ഞാൻ 3 കുട്ടികൾക്ക് ജന്മം കൊടുത്തു. ഐ ഹാവ് ഗിവൺ ബർത്ത്. അല്ലെ ഗിവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗിവ് ഗേവ് ഗിവൺ. ഐ ഹാവ് ഗിവൺ ബർത്ത് ടു 3 ചിൽഡ്രൻ. അങ്ങനെ അപ്പൊ കുറച്ചുകൂടി അപ്പൊ ഒരു വെർബിന്റെ പാസ്റ്റ് അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ കയറി. ഓക്കെ 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 യെസ്. ത്യാഗരാജൻ. ത്യാഗരാജ യെസ്. ബിബിന. ബിബിന ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തു കണ്ടിട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോളൂ. ബിബിന ഞാൻ ഇങ്ങനെ വിളിച്ച് ചമ്മുകയാണ്. ജിസ്മി ജെയിംസ്. യെസ്. അടുത്ത ആളെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വിളിക്കുകയാണ്. സുധീർ 1374. സുധീർ. സർ ഞാൻ പറയാം. ഓക്കെ ഓക്കെ സുധീർ ഞാൻ വിളിക്കാം. ശ്രീന പറഞ്ഞോളൂ. ശ്രീന പറഞ്ഞോളൂ. ഐ ഹാവ് ധാരാളം സുഹൃത്തുക്കൾ. അതിന് ടെൻസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കെ ഓക്കെ ഗ്രീഷ്മ കറക്റ്റാണ്. എസ് വേണ്ട, ചിൽഡ്രൻ മതി. ഓക്കെ ശ്രീന പറഞ്ഞോളൂ. ഐ ഹാവ് ക്ലീൻഡ് കിച്ചൺ. അല്ല ഫ്രൈ എന്നുള്ളതിന്റെ ഫ്രൈഡ് ആണ്. FLIED. ഓക്കെ ഓക്കെ ശ്രീന മത്സ്യമോ ഇവിടെ ഇത് പോയി. ഐ ഹാവ് ക്ലീൻഡ് കിച്ചൺ. ഓക്കെ 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 ചിക്കൻ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ ആദ്യം? കാരണം ചിക്കൻ ഇടാം. അപ്പൊ അതിന്റെ പേരിലാണ് കിച്ചൺ എന്നുള്ള മാറി ശ്രീനയുടെ ചിക്കനിലോട്ട് പോയത്. ഓക്കെ 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 വെരി ഗുഡ്. ഐ ഹാവ് പ്രിപ്പയർഡ് എ ഫുഡ്. ഐ ഹാവ് പ്രിപ്പയർഡ് എ ഫുഡ്. ഓക്കെ. മൈ ഹസ്ബൻഡ് ഗോ ടു വർക്ക്. അപ്പൊ അതിനകത്ത് ഹാസോ ഹാവ് ചേർക്കാൻ വിട്ടുപോയല്ലോ. മൈ ഹസ്ബൻഡ് ഹാവ് ഗോ ടു വർക്ക്. അല്ല അല്ല ഒരാളല്ലേ ഉള്ളൂ. ഒരാളുണ്ടെങ്കിൽ നമുക്ക് സിംഗുലർ. അപ്പൊ ഹാസ് ആണ്. മൈ ഹസ്ബൻഡ്. ഈ ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറ. ഗോ പാസ്റ്റ് വെന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. ഗോ വെന്റ് ഗോൺ. ഇനി ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞേ. മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ വർക്ക്. മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ ടു വർക്ക്. ഇപ്പൊ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. മൈ ചിൽഡ്രൻസ് ഹാവ് ഗോൺ ടു ദി സ്കൂൾ.
സ്കൂൾ. ഓക്കെ ഓക്കെ. അപ്പൊ ചിൽഡ്രൻസ് എന്ന് ഉദ്ദേശിച്ചത് കുറച്ചു അധികം ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്. അതിന്റെ കൂടെ ഒന്നിലധികം ചിൽഡ്രൻ എന്ന് പറയാം. പിന്നെ ഒരു എസ് നമുക്ക് വേണ്ട. ചിൽഡ്രൻ, മൈ ചിൽഡ്രൻ ഹാവ് ഗോൺ ടു സ്കൂൾ. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ചിൽഡ്രൻസ് വേണ്ട. ചൈൽഡ് ആണ് ഒരു കുട്ടി, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ചിൽഡ്രൻ. ഓക്കെ ഓക്കെ. Okay, sir. അടുത്ത We have gone to the temple. ഓക്കെ. റിബില കറക്റ്റ് ആണ്. വി ഹാവ് ഗോൺ ടു ടെമ്പിൾ. റിബില പറയുന്നു മൈ സിസ്റ്റർ ഹാസ് കോൾഡ് മീ. എന്റെ സഹോദരി എന്നെ വിളിച്ചു. കറക്റ്റ് ആണ്. ഓക്കെ. ശ്രീധർ ബാക്കി പറഞ്ഞോളൂ. I have drunk a juice. I have drunk a juice. DRUK. Yes. ഓക്കെ 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 ഓക്കെ. വേറെ ചേർത്ത് പറയാം. അപ്പൊ രണ്ട് ക്ലോസ് ആവുന്നത് മാത്രമേ ഉള്ളൂ. യെസ്. Trolley, sir. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതിനകത്ത് രണ്ട് ക്ലോസ് വരും. വേറൊരു ടെൻഷൻ വരെ ഞാൻ പറയുന്നത് അത് ആ ഒരു ടെൻഷൻ വരും പറയട്ടെ. കീർത്തനം കുഴപ്പമില്ല. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് നേരത്തെ വിളിച്ചു നിർത്തിയ ഒരാളുടെ ശ്രുതി. പറഞ്ഞോളൂ ശ്രുതി. The door has closed. The door has closed. Has closed. അതിനകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഡോറ് അല്ല അടയുന്നത്, ഡോറിനെയാണ് അടക്കുന്നത് അല്ലെ. ഡോറിന് അപ്പൊ അടക്കുമ്പോൾ അതിന്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതെല്ലാം കുഴപ്പമില്ല. അത് പിന്നീട് അതിനെ കുറിച്ച് പറയുമ്പോൾ വിശദീകരിച്ചു തരാം. ഓക്കെ ഓക്കെ. She has taken license. Okay. I have wrote a story. I have brought a scooter. ശരിയാണ്. ഓക്കെ. I have brought a scooter. Store. I have wrote a story. Okay 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 okay. അടുത്ത പറഞ്ഞു. She has gone to school. He has gone to school. Correct ആണ്. He has walking in the balcony. ഓക്കെ ശരിയാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ സവിത She പറയുന്നത് I has have written a story. maintained the garden. She has maintained the garden. Very good. നല്ല രീതിയിൽ പ്രചരണം. She has maintained the garden. Okay. My clothes has washed. Okay okay okay. My Is that baby has slept. Oh, very good. My baby has slept. Sleep in the past participle ആണ് slept. Sleep to slept. Slept slept. Okay. Okay, very good very good. Okay okay. അപ്പോ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നോക്കുക. ഒരു സബ്ജക്ട് പറയുക, ഹാസ് അല്ലെങ്കിൽ ഹാവ് പറയുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുക. അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് മറക്കാതിരിക്കുക. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഞാൻ പറഞ്ഞു. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുന്നു. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പുതിയൊരു വിഷയവും പുതിയൊരു സംഗതിയുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് ദിവസമായി നമ്മൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ടെൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇത് ഉൾപ്പെടെ 7 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ. We will meet in the next class. Okay. Bye. Okay, Kirtana. Okay, Fatima.